എന്റെ മ്യൂസിക് കേട്ട് എല്ലാവരും ഞെട്ടും. അയ്യോ, മേയർ, എന്റെ ഈ പുതിയ കണ്ടുപിടുത്തം കൊണ്ട് നിങ്ങളുടെ സൺസിറ്റിയുടെ ആർമി വളരെയധികം സ്ട്രോങ് ആയി മാറും. ലോകത്തുള്ള ഏതൊരു ആർമിയുടെ കയ്യിലും എന്റെ ഈ മെഷീനെ തോൽപ്പിക്കുവാനുള്ള ഒരു ആയുധവും ഉണ്ടാവില്ല. അത് ശരി. പക്ഷേ ഡോക്ടർ ഖുറാന, ഈ ലോക്കറിനകത്ത് നിങ്ങൾ ഏത് സാധനമാണ് കണ്ടുപിടിച്ച് അകത്ത് വെച്ചിരിക്കുന്നത്? അത് അത്രയ്ക്ക് അപകടം പിടിച്ച സാധനമാണോ? ശരിക്കും ഇതൊരു അപകടം പിടിച്ച ആയുധമാണെന്നാണ് തോന്നുന്നത്. പക്ഷെ അത് തെറ്റായ കൈകളിൽ ചെന്നപ്പെട്ടാൽ അതിഭയങ്കരമായ നാശനഷ്ടങ്ങൾ ഉണ്ടാകും. ഡോണ്ട് വെറി മേയർ, ഇവരുടെ സെക്യൂരിറ്റി മാത്രമല്ല ഇവിടെ ഉള്ളത്. ഞാൻ ഈ ലോക്കറിനകത്ത് ഒരു എക്സ്ട്രാ സെക്യൂരിറ്റി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതാണ് ഫിംഗർ പ്രിന്റ് സ്കാനർ. എന്റെ കൈ ഈ സ്ഥലത്ത് ടച്ച് ചെയ്തില്ലെങ്കിൽ ആ ലോക്കറിന്റെ കതവ് ഒരിക്കലും ഓപ്പൺ ആവില്ല. എന്നാ പിന്നെ നിങ്ങൾ അത് ഇന്ന് തന്നെ നമ്മുടെ മിലിറ്ററിയുടെ കയ്യിലേക്ക് ഹാൻഡ് ഓവർ ചെയ്തേക്കൂ. അല്ല, അത് ഇപ്പോഴല്ല. എന്റെ ഈ പുതിയ കണ്ടുപിടുത്തത്തെ അവസാനമായി ഒരു പ്രാവശ്യം ട്രയൽ ചെയ്ത് നോക്കാനുണ്ട്. ഒരു ദിവസത്തെ പ്രോഗ്രാമായിട്ട് ഞാൻ ഇന്റർനാഷണൽ സയന്റിസ്റ്റ് മീറ്റിന് വേണ്ടി പോവുകയാണ്. നാളെ തിരിച്ചു വന്നിട്ട് ആ അവസാനത്തെ ട്രയൽ ഞാൻ ചെയ്തു നോക്കും. അതിനുശേഷം ഞാനത് മിലിറ്ററിക്ക് ഹാൻഡ് ഓവർ ചെയ്തേക്കാം. അതുവരെ പറ്റുമെങ്കിൽ നിങ്ങൾ ഇതിനെ ഒന്ന് സേഫ് ആയിട്ട് നോക്കിക്കോണം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, അതെന്റെ കടമയല്ലേ, ഞാൻ ചെയ്തോളാം. മനസ്സിലായോ? ഇപ്പൊ ഞാൻ പോയെങ്കിൽ ഫ്ലൈറ്റ് ക്യാച്ച് ചെയ്യാൻ പറ്റൂ. എന്നാ ഞാൻ ഇറങ്ങാണ്. എനിക്കും ഇപ്പൊ പോയേ പറ്റൂ. ഇന്ന് ഞാൻ സൺസിറ്റിയിലുള്ള കുട്ടികളുമായി ചേർന്ന് എക്സിബിഷനിലേക്ക് പോവാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോറി കുട്ടികളെ, ഞാൻ ഇങ്ങോട്ട് വരാൻ ഒരല്പം ലേറ്റ് ആയി പോയി. അതിനൊരു കാര്യമുണ്ട്. സൺസിറ്റി മിലിറ്ററി ഓഫീസിൽ നിന്ന് ഒരു പുതിയൊരു വെപ്പൺ നേടാൻ പോവുകയാണ്. അതുകൊണ്ട് ഞാൻ ഡോക്ടർ ഖുറാനയുടെ കൂടെ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയായിരുന്നു. അതെ, അതുകൊണ്ട് ലേറ്റ് ആയത്. ഇറ്റ്സ് ഓക്കേ മേയർ അങ്കിൾ. സൺസിറ്റിയുടെ സെക്യൂരിറ്റിയേക്കാൾ പ്രധാനമായി മറ്റൊന്നുമില്ല. നീ പറഞ്ഞത് കറക്റ്റ് ആണ് കീക്കോ. ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ വേറൊന്നും പ്രധാനമല്ല. ഇവിടെ ഞാനൊരു കാര്യം ഓർത്തത്, ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ? സൺസിറ്റിക്ക് ആവശ്യമുള്ള സെക്യൂരിറ്റി ഇവിടെയുള്ള ചെറിയ ചെറിയ കുട്ടികൾ പോലും ചെയ്യുന്നുണ്ട്. എല്ലാ കുട്ടികളും വളരെ ബ്രില്യന്റും സ്മാർട്ടുമാണ്. കലക്കി സാറേ, എന്തൊരു ഡയലോഗ് നിങ്ങളിപ്പോ പറഞ്ഞേ. ഞാനൊന്ന് ഈ നോട്ട് പാഡിൽ നോട്ട് ചെയ്ത് വെച്ചേക്കട്ടെ. വലിയ ബുദ്ധിമാനോ? എനിക്ക് തോന്നുന്നത് നമ്മുടെ ടോണി ബോസിനെ കുറിച്ച് ചട്പിട്ടങ്ങളിലൊന്നും അറിയില്ല എന്നാണ്. എന്തുമാത്രം വലുതല്ലേ? ഇതിനെക്കുറിച്ച് രണ്ട് വാക്കിൽ പറയണമെങ്കിൽ ജയന്റ് വീൽ. ജയന്റിന് കാലും വല്ല ജയന്റ്. എന്റെ ജയന്റ് വിശപ്പിനെ പോലെ. ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ? ഓക്കെ, നമുക്ക് എല്ലാവർക്കും ജയന്റ് വീലിൽ കയറാം. വേണ്ട വേണ്ട, ഞാൻ ഒരിക്കലും ജയിന്റ് വീൽ കേറില്ല. എനിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നും. ഭൂമി നമ്മളെ ചുറ്റി ചുറ്റി വന്നോണ്ടിരിക്കുകയാണ്. പക്ഷേ ടോണി ബോസിന്റെ തലകറങ്ങി കറങ്ങുന്ന പറയുന്നേ. എന്താടാ പറഞ്ഞത്? ഈ ടോണിയോട് കയറി കളിച്ചാലുണ്ടല്ലോ. ആവശ്യമില്ല, നിങ്ങൾ വഴക്കുണ്ടാക്കരുത്. നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ എല്ലാ റൈഡ്സിനുമുള്ള ടിക്കറ്റ് മേടിച്ചു. ആർക്ക് ഏത് ഇഷ്ടമാണോ ആ റൈഡിലേക്ക് നിങ്ങൾ പോയിക്കോളൂ.
വരൂ മേയറെ, നമുക്ക് എല്ലാവർക്കും ഈ ജയന്റ് വീലിൽ ഇരിക്കാം. ഇപ്പൊ പേടിയൊന്നും തോന്നുന്നില്ലല്ലോ. ഇല്ലില്ല, എനിക്ക് യാതൊരു പേടിയുമില്ല. ഞാൻ ഇതിനേക്കാളും വലിയൊരു ജൈൻ വെല്ലിൽ റൈഡ് പോയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഇതുപോലൊരു ജൈൻ വെല്ലിൽ ഇരിക്കുകയായിരുന്നു. അത് ഇവിടുന്ന് നേരെ മാർസ് വരെ ചെല്ലും. അയ്യോ, കാര്യായിട്ട് പറയണോ? അല്ലാതെ പിന്നെന്താ, ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ ഈ ജൈൻ വെൽ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ആകും. നോക്കിയോ, ഞാൻ ബാലൻസ് മിസ്സായി താഴേക്ക് വീഴും. മമ്മി, അയ്യോ, നമ്മുടെ ഈ മേയർ ഈ ജയന്റ് വീല് കണ്ട് പേടിച്ചു പോയെന്നാ തോന്നുന്നേ. എന്ന് വെച്ചാ നിങ്ങൾ ഇത്ര നേരം പറഞ്ഞതെല്ലാം പച്ചക്കള്ളം അല്ലേ? ഡോണ്ട് ഫിയർ വെൻ ടെമ്പർ അണ്ണൻ ഈസ് ഹിയർ. എന്റെ മ്യൂസിക് കേട്ട എല്ലാവരും ഞെട്ടും. തീ പിടിക്കും, എല്ലാ സ്ഥലത്തും തീ പിടിക്കും. ഓ വാവ്, ഈ സ്പീഡിൽ ചട്പട്ട് അങ്കിൾ എല്ലാ റൈഡ്സും 2 മിനിറ്റിൽ കംപ്ലീറ്റ് ഇപ്പൊ ചെയ്യും. ഞാനാരെന്ന് കാണിച്ചു തരാം. മറ്റുള്ളവർക്ക് ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് എന്റെ ഒരു ഹോബിയാണ്. എന്റെ മ്യൂസിക് കേട്ട എല്ലാവരും ഞെട്ടും. തീ പിടിക്കും, എല്ലാ സ്ഥലത്തും തീ പിടിക്കും. ബീറ്റ്മാന്റെ ബീറ്റിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാനാവില്ല. നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പൊ വന്നേക്കാം. ദേ നോക്കൂ മിസ്റ്റർ, നിങ്ങളുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വേവ്സ് വെച്ച് അറ്റാക്ക് ചെയ്യാണല്ലേ? അത് വളരെ വലിയ തെറ്റാണ്. പ്ലീസ്, നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യരുത്. എടാ കൊച്ചുചക്ക, ഇത് വെറും ട്രെയിലറാണ്. ഞാൻ പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ ഫുൾ പിക്ചർ കാണേണ്ടി വരും. എന്റെ മ്യൂസിക് കേട്ട എല്ലാവരും ഞെട്ടിത്തെറിച്ച് ഓടും. സൺ സിറ്റിയിൽ ശത്രുക്കൾക്ക് സ്ഥലമില്ല. ക്രൈം നടക്കുമ്പോ ഫടാഫട്ട് തടഞ്ഞു നിർത്തുന്നതാണ് ഡിറ്റക്റ്റീവ് ചാറ്റ്പാറ്റ്. ഓ നോ, എന്നെ പേടിപ്പിക്കുന്നു. ഞാൻ ഇതിനൊന്നും ഭയപ്പെടില്ല. ഞാൻ പറഞ്ഞ നീ അനുസരിക്കില്ല അല്ലേ? ആദ്യം ഞാൻ നിന്നെ വകവരുത്തി കാണിച്ചു തരാം. എന്റെ ഡ്രംസ് ബീറ്റ് കേട്ട് നിങ്ങളെല്ലാവരും ഞെട്ടിത്തെറിക്കും. വേറെ വഴിയില്ല. സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റൂ. വേഗം, അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. വേഗം ചെല്ലു സൂപ്പർ സ്പീഡോ. ആ ബീറ്റ്മാന്റെ കയ്യിൽ നിന്ന് കൂട്ടുകാരെ രക്ഷിച്ചേ പറ്റൂ. ഡോണ്ട് വറി കിക്കോ, ബെസ്റ്റ് ഫോർമുല ഞാൻ ആക്ടിവേറ്റ് ചെയ്യാം. നമ്മളെ പിടിക്കുന്നത് മാത്രമല്ല, ആ മ്യൂസിക്കൽ മാന് നമ്മളെ കാണാനും പറ്റില്ല. സബാഷ്, എനിക്ക് ഇത് തന്നെയാണ് ആവശ്യം. കിക്കോയും സൂപ്പർ സ്പീഡോയും ഈ സ്ഥലം വിട്ട് പുറത്തേക്ക് പോകണം. എന്നാൽ എന്റെ ജോലി ഈസി ആകും. എന്റെ മ്യൂസിക് കൊണ്ട് ഞാൻ എല്ലാം നശിപ്പിക്കും. എന്റെ മ്യൂസിക് കേട്ട എല്ലാവരും ഞെട്ടും. തീ പിടിക്കും, എല്ലാ സ്ഥലത്തും തീ പിടിക്കും. തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നവന്റെ മുഖത്ത് സൂപ്പർ സ്പീഡോ കരിവാരിത്തേക്കും. ബീറ്റ്മാന്റെ മുഖത്ത് കരുതേച്ചു അല്ലേ? ഇപ്പൊ നോക്കിക്കോ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കിക്കോ. എന്റെ മ്യൂസിക് കേട്ട എല്ലാവരും ഞെട്ടും. തീ പിടിക്കും, എല്ലാ സ്ഥലത്തും തീ പിടിക്കും.
ബീറ്റ്മാന്റെ സൗണ്ട് വേവ്സ് ശരിക്കും വളരെ സ്ട്രോങ് ആണ്. എന്റെ ടോട്ടൽ സിസ്റ്റമും ഒന്ന് ഷെയ്ക്ക് ആയി പോയി. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 182. യെസ് ബഡി കിക്കോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 182. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 46. ഓക്കേ ബഡി. ബീറ്റ്മാന്റെ മീറ്റിനെ തോൽപ്പിക്കാൻ മിസൈൽ അയക്കുന്നോ? നിന്റെ ഈ സിക്സ് ആക്ട് മൂവ്മെന്റ് നിന്നെ എന്തുമാത്രം രക്ഷിക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. സൂപ്പർ സ്പീഡോ ഫോർമുല 444. വാട്ട് ആൻ ഐഡിയ കിക്കോ, അപ്ലൈയിങ് ഫോർമുല 444. ഇതിനാണ് പറയുന്നത് താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുമെന്ന്. ഇനി ഞാൻ നിന്നെ വിടുന്ന പ്രശ്നമില്ല. നിന്നെ തകർക്കാതെ വിടില്ല. എന്റെ മ്യൂസിക് കേട്ട എല്ലാവരും ഞെട്ടും. തീ പിടിക്കും. എല്ലാ സ്ഥലത്തും തീ പിടിക്കും. കിക്കോ, വേഗം എന്തെങ്കിലും ഐഡിയ ചെയ്യൂ. ബീറ്റ്മാന്റെ ആ സൗണ്ട് വേവ്സ് എന്റെ ടോട്ടൽ സിസ്റ്റത്തെയും ഡാമേജ് ചെയ്യും. സൂപ്പർ സ്പീഡോ ബീറ്റ്മാന്റെ സൗണ്ട് വേവ്സ് കേട്ട് ഞെട്ടുന്നു അല്ലേ? അതുകൊണ്ടാണ് എല്ലാം ഡാമേജ് ആവുന്നത്. നമ്മൾ അവന്റെ സൗണ്ട് വേവ്സ് ഞെട്ടിപ്പിക്കാത്ത വിധം അടക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഫോർമുല നമ്പർ 999. ഓ വാവ് കിക്കോ, അപ്ലൈയിങ് ഫോർമുല 999. വാ സൂപ്പർ സ്പീഡോ, ബീറ്റ്മാൻ ഇവിടെ അറസ്റ്റ് ആയി കിടക്കട്ടെ. നമുക്ക് ചെന്ന് നമ്മുടെ കൂട്ടുകാരെ രക്ഷിക്കാം. നിങ്ങളൊക്കെ ഇതുവരെ എന്റെ ഇൻസ്ട്രുമെന്റിന്റെ പകുതി പവറെ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ ഇതിന്റെ ടോട്ടൽ പവറും കാണിച്ചു തരാം. എന്റെ മ്യൂസിക് കേട്ട് എല്ലാവരും ഞെട്ടും. തീ പിടിക്കും. തീ പിടിക്കും. എല്ലായിടത്തും തീ പിടിക്കും. എന്റെ മ്യൂസിക് കേട്ട് എല്ലാവരും ഞെട്ടും. അയ്യോ, ഏയ് അവിടെ നിക്ക്. ആ ജെയിൻ വില്ലിനെ നോക്കി നീ ഒരടി എടുത്തു വെച്ചാലും ശരി, ഞാൻ എന്റെ ഗിറ്റാർ വെച്ച് ഒരൊറ്റ സെക്കൻഡിൽ ഞാൻ ആ ജെയിൻ വില്ലിനെ വീഴ്ത്തും. ബീറ്റ്മാൻ, നിനക്ക് എന്താ വേണ്ടത് അത് പറ. അതാണ് പോയിന്റ്. വേറൊന്നും എനിക്ക് ആവശ്യമില്ല. എനിക്കിപ്പോ ആവശ്യമുള്ളത് സൂപ്പർ സ്പീഡോ. ഈ കോഫി മഗിലുള്ള ഫിംഗർ പ്രിന്റ്സ് അതൊന്ന് സ്കാൻ ചെയ്തിട്ട് അതുപോലുള്ള ഫിംഗർ പ്രിന്റോട് ഗ്ലൗസ് ഉണ്ടാക്കി തരാൻ പറ. പക്ഷേ അത് ആരുടെ ഫിംഗർ പ്രിന്റ്സാ? ഞാൻ പറഞ്ഞത് മാത്രം ചെയ്യേ. എന്നോട് ചോദ്യങ്ങളൊന്നും ചോദിക്കണ്ട. നിന്റെ ഫ്രണ്ട്സിന്റെ സേഫ്റ്റിയെ കുറിച്ച് മാത്രം ആലോചിക്ക്. നീ ഗ്ലൗസ് റെഡിയാക്കി തന്നില്ലെങ്കിൽ ഞാൻ ഗിറ്റാർ വായിക്കും. നീ ഒരിക്കലും പിന്നെ നിന്റെ കൂട്ടുകാരെ കാണില്ല. വേണ്ട വേണ്ട, നിക്ക് സൂപ്പർ സ്പീഡോ. ബീറ്റ്മാൻ ഇപ്പൊ എന്ത് പറഞ്ഞാലും അതുപോലെ തന്നെ ചെയ്തു കൊടുത്തേക്ക്. ഓക്കെ ബഡി. ദാ പിടിച്ചോ, നീ ചോദിച്ച ഗ്ലൗസ് റെഡി. ഇപ്പൊ എന്റെ കൂട്ടുകാരെ വെറുതെ വിട്ടേക്ക്. ശരി, ഓക്കെ, ഞാൻ അവരെ വിട്ടേക്കാം. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 38. ഏയ് നീ ആരാടാ? ഹാൻഡ്സ് അപ്പ്. എനിക്കൊരിക്കലും ഹാൻഡ്സ് അപ്പ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം, നിങ്ങളെല്ലാവരും ഞാൻ ഒറ്റയടിക്ക് മേലോട്ട് അയച്ചേക്കാം. Welcome, Dr. Khurana. The locker is open now.
ഡോക്ടർ ഖുറാനയായാലും പുരാനയായാലും ബീറ്റ്മാനാണ് ഇവിടുത്തെ രാജാവ്. ഇനി ഞാൻ ഈ ലൗഡ് സ്പീക്കർ ഉപയോഗിച്ച് ടോട്ടൽ ലോകത്തെയും ഭരിക്കാൻ പോവുകയാണ്. ശരിക്കും ഈ ലൗഡ് സ്പീക്കർ അത്രയ്ക്ക് പവർഫുൾ ആണോ? ഞാൻ കേട്ടതൊക്കെ ശരിയാണോ? ഒരു കാര്യം ചെയ്യാം, ഒരു പ്രാവശ്യം നമുക്കത് സൺ സിറ്റിയിൽ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്റെ മ്യൂസിക് കേട്ട് എല്ലാവരും ഞെട്ടിത്തെറിക്കും. തീ കത്തിക്കും ഞാൻ, എല്ലാം തീ പിടിച്ച് നാശമാകും. കിക്കോ, നിനക്കൊരു കാര്യം അറിയോ? ബീറ്റ്മാന്റെ കോഫി മഗ്ഗിലുള്ള ഫിംഗർ പ്രിന്റ് ഗ്ലൗസ് ആക്കി തരാൻ പറഞ്ഞിരുന്നില്ലേ? ആ ഫിംഗർ പ്രിന്റ് ഡോക്ടർ ഖുറാനയുടേതാണ്. അത് വെച്ച് അവൻ ഈസി ആയിട്ട് ലോക്കർ ഓപ്പൺ ചെയ്യും. അയ്യോ, ഏത് ലോക്കറിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? ആ ലോക്കറിനകത്ത് അങ്ങനെ എന്താ ഉള്ളത്? പറയുന്നേരെ. ആ ലോക്കറിനകത്ത് ഖുറാനെ കണ്ടുപിടിച്ച 4 സ്പീക്കേഴ്സ് ഉണ്ട്. ആ സ്പീക്കേഴ്സില് സ്പെഷ്യലായിട്ട് എന്താ ഉള്ളത് മേയർ അങ്കിൾ? അതൊക്കെ വളരെ പവർഫുൾ ആയ സ്പീക്കേഴ്സ് ആണ്. അത് ഏതൊരു ഓഡിയോ ഫ്രീക്വൻസിയെയും 10 മടങ്ങ് അധികരിക്കാനുള്ള സ്പീക്കേഴ്സ് ആണ്. ചേട്ടാ, ഇതിപ്പോ പ്രശ്നമായല്ലോ. എന്നുവെച്ചാ ബീറ്റ്മാന്റെ സൗണ്ട് വേവ്സ് അത് 10 മടങ്ങ് അധികമായിപ്പോ. ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ? ബീറ്റ്മാന്റെ മ്യൂസിക്കിൽ നിന്ന് വരുന്ന സൗണ്ട് വേവ്സ് ഭയങ്കര അപകടം പിടിച്ചതാണ്. ഇപ്പൊ അത് സ്പീക്കറിന്റെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകും. ബീറ്റ്മാനെ കുറിച്ച് 2 വാക്കിൽ പറയണമെങ്കിൽ വെരി പവർഫുൾ. കൊള്ളാം, കലക്കി. എന്റെ മ്യൂസിക് കേട്ട് എല്ലാവരും ഞെട്ടും. തീ പിടിക്കും, തീ പിടിക്കും, എല്ലാം തീ പിടിച്ച് നശിക്കും. ഞാൻ എന്റെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിനെ ഈ വയർലെസ് സ്പീക്കറിന്റെ കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഈ സ്പീക്കേഴ്സ് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അതും സൺസിറ്റിയിലാ ചെയ്യാൻ പോകുന്നേ. നമുക്ക് ചെറുതായിട്ടൊരു ഡെമോ നോക്കാം. ഇപ്പൊ നടക്കാൻ പോകുന്നത് ടൺ ടടായ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എന്റെ ഡെഡ്ലി മ്യൂസിക്കിന്റെ ലൈവ് കോൺസേർട്ട്. ബീറ്റ്മാൻ വായിച്ച ഒരു ചെറിയ മ്യൂസിക്കൽ നോട്ട് കാരണം എത്ര വലിയ പ്രശ്നം ഉണ്ടായത്. അവൻ വളരെ ഹെവി ആയിട്ട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വായിക്കാൻ ആരംഭിച്ചാൽ പിന്നെ ടോട്ടൽ സൺസിറ്റിയും നശിച്ചു പോകും. എന്റെ മ്യൂസിക്കൽ വേവ്സ് കൊണ്ട് ടോട്ടൽ സൺസിറ്റിയും ഞാൻ ആദ്യം തകർക്കും. തീ പിടിക്കും, തീ പിടിപ്പിക്കും, മുഴുവനായും തീ പിടിച്ച് നശിക്കും. ബീറ്റ്മാൻ സ്റ്റാച്യു ഓഫ് സൺസിറ്റി തകർത്തിരിക്കുകയാണ്. അറിയാം, പക്ഷെ നമുക്കത് വീണ്ടും ഉണ്ടാക്കാൻ പറ്റും സൂപ്പർ സ്പീഡോ. പക്ഷെ അടുത്ത് വരുന്ന അവന്റെ അറ്റാക്കുകൾ നമ്മൾ തടഞ്ഞു നിർത്തണം. ഫോർമുല നമ്പർ 927 ആക്ടിവേറ്റ് ചെയ്യേ. ഓക്കേ കീക്കോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 927. നോക്കിക്കോ, ഇതാണ് മ്യൂസിക്കൽ ബോംബ്. എല്ലാരും പറയും ബം ചിക്ക് ബം. എന്റെ മ്യൂസിക് കേട്ട എല്ലാവരും ഞെട്ടും. തീ പിടിക്കും, എല്ലാ സ്ഥലത്തും തീ പിടിക്കും. ഇതുപോലുള്ള ചുവരുണ്ടാക്കിയിട്ട് നിനക്ക് രക്ഷപ്പെടാൻ കഴിയോ? ഇപ്പൊ തന്നെ ഞാൻ ചുവരിനെ ചിന്ന ഭിന്നമാക്കും. നോക്കിക്കോ. അതിനിടയ്ക്ക് ഇവർ രണ്ടുപേരും എങ്ങോട്ടാ പോയ? മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വായിച്ച് ഞാനൊരു വഴിയായി പോയി. ഇതാണ് നമുക്ക് കിട്ടിയ ചാൻസ് സൂപ്പർ സ്പീഡോ. ഫോർമുല നമ്പർ 46 അപ്ലൈ ചെയ്യേ. രണ്ടാളിപ്പോ എന്തായി ചെയ്തത്? നിങ്ങൾ ചെയ്ത തെറ്റിന്റെ ശിക്ഷ ഇപ്പൊ അനുഭവിച്ചേ പറ്റൂ. ഇനി ഞാൻ ഒരൊറ്റ തന്നെ വിട്ടുവെച്ചേക്കില്ല. കീക്കോ, നമ്മൾ ഇവിടെ രണ്ടുപേരും കുടുങ്ങിപ്പോയെന്നാ തോന്നുന്നത്. ഇനി എന്താ ചെയ്യാ? കീക്കോ, എന്റെ സിസ്റ്റം ടോട്ടലായിട്ട് ഡാമേജ് ആയതുപോലെയുണ്ട്. ബീറ്റ്മാന്റെ സൗണ്ട് വേവ്സ് ഇതിൽ കൂടുതലൊന്നും എനിക്ക് സഹിക്കാനാവില്ല. ഞാൻ എന്റെ സ്പെഷ്യൽ കിക്ക് യൂസ് ചെയ്യേണ്ട സമയമായി എന്നാ തോന്നുന്നേ. സൂപ്പർ സ്പീഡോ, അടുത്ത പ്രാവശ്യം ബീറ്റ്മാൻ എവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ അപ്പോ ഫോർമുല നമ്പർ 36 അപ്ലൈ ചെയ്യേ. ഓക്കെ ബഡി, പക്ഷേ അവൻ അനങ്ങാതെ നിന്നിട്ട് വേണ്ടേ? അവൻ തുടർച്ചയായിട്ട് നമ്മളെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഒരു കാര്യം ചെയ്യ് സൂപ്പർ സ്പീഡോ, നീ കുറച്ചു സമയത്തേക്ക് തല കീഴായി വീണേക്ക്. അത് കാണുമ്പോ ബീറ്റ്മാൻ നീ ടോട്ടലി ഡാമേജ് ആയി പോയി എന്ന് കരുതിക്കോളും.
സൂപ്പർ കാർ ഇപ്പൊ തലയും കുത്തി താഴെ കിടക്കുന്നത് കണ്ടില്ലേ? എന്റെ മ്യൂസിക് കേട്ട് എല്ലാവരും ഞെട്ടിത്തെറിക്കും. തീ പിടിക്കും, തീ പിടിക്കും, തീ പിടിച്ചെല്ലാം നശിക്കും. യാ, വേണ്ട, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? എന്റെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നീ തകർത്തു അല്ലേ? ഇത്ര നേരം നീ മ്യൂസിക് വായിച്ച് കളിച്ചെല്ലാം മതി, ഇനി നമുക്ക് പോകാം. എന്താ പറഞ്ഞത് സാർ? ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം യു ആർ അണ്ടർ അറസ്റ്റ്. സൂപ്പർ സ്പീഡോ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പവുമില്ല, ഞാൻ ഫിറ്റ് ആൻഡ് ഫൈൻ ആണ് ബഡി. ഇവൻ വെറുതെ പിച്ചും പേയും പറഞ്ഞോണ്ടിരിക്കുക. എനിക്കിപ്പോ തലവേദനയാ തോന്നുന്നത്. ജെറ്റ്പാറ്റ്, നിന്റെ ഗെയിം ഇന്നത്തോടെ ക്ലോസ്. വെരി ഗുഡ്. കണ്ടല്ലോ, ഞാൻ സ്ട്രിക്റ്റ് ആണെന്ന് അറിഞ്ഞപ്പോ എല്ലാ തടവുകാരും നേരത്തെ തന്നെ ഉറങ്ങി. ജബ്ബു എങ്ങോട്ടാ പോയത്? ഇനി നീ ഉറങ്ങണം, ഞാൻ എഴുന്നേൽക്കണം. അതിനുള്ള സമയമായി കഴിഞ്ഞു ജയിലർ. ഗുഡ് നൈറ്റ് സാർ. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാ കുറ്റവാളികളെയും വളരെ നന്നായി നോക്കണം. ആരും ഓടി രക്ഷപ്പെടാൻ പാടില്ല. സാർ, പല്ലി പല്ലി. എന്ത് കലി? കലിയല്ല സാറേ, സാറിന്റെ തോളത്ത് ഇതാ പല്ലിയിരിക്കുന്നു. എന്റെ അമ്മോ, പല്ലി! രക്ഷിക്കണേ, ആരെങ്കിലും രക്ഷിക്കണേ. എനിക്ക് പല്ലി എന്ന് വെച്ചാൽ ഭയങ്കര പേടിയാണ്. ആരെങ്കിലും ഇതിനെ ഒന്ന് തട്ടിവിട്. രക്ഷപ്പെട്ടു, പല്ലി ഓടിപ്പോയി. ഇത് ചപ്പുവാണ്. അവൻ ജയിലർ സാറിന്റെ യൂണിഫോം ഇട്ട് രക്ഷപ്പെടാൻ നോക്കുവാണ്. പല്ലി ഓടിപ്പോയി, ഇനി ഞാനും അതുപോലെ ഓടിപ്പോകും. എടോ, നല്ലതുപോലെ ചെക്ക് ചെയ്യ്. ഈ ഗാർബേജിന്റെ കൂടെ വല്ല കുറ്റവാളികളും രക്ഷപ്പെടുന്നുണ്ടോന്ന് നോക്ക്. ചെക്ക് ചെയ്ത് കഴിഞ്ഞു സാർ, ഇതിനകത്ത് ആരുമില്ല. ട്രക്കിന്റെ മുകളിൽ മാത്രം ചെക്ക് ചെയ്താ പോരാ, ട്രക്കിന്റെ അടിവശത്ത് കൂടി ഒന്ന് ചെക്ക് ചെയ്യ്. അത് കാര്യം ശരിയാണല്ലോ. ഹലോ, ട്രക്കിന്റെ താഴെ കൂടെ ഒന്ന് ചെക്ക് ചെയ്യ്. ട്രക്കിന്റെ താഴെ ആരുമില്ല സാറേ. എന്നാ ശരി, ഈ ഗാർബേജ് ട്രക്കർ ജയിലിൽ നിന്ന് പുറത്തേക്ക് പോകട്ടെ. ബോസേ, ചപ്പു ബോസേ, നിങ്ങൾ എവിടെ ഒളിച്ചിരിക്കുന്നേ? വരൂ വരൂ, വെൽക്കം ബോസ്. എടാ മരം മണ്ട, നീ എന്തിനാ പോലീസുകാരോട് ട്രക്കിന് താഴെയും ചെക്ക് ചെയ്യാൻ പറഞ്ഞത്? എങ്കിലല്ലേ അവരെന്നെ സംശയിക്കാതിരിക്കൂ. ഒരു സയന്റിസ്റ്റ് ട്രക്ക് ഡ്രൈവർ ആയി കഴിഞ്ഞാൽ പിടിക്കപ്പെടാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലല്ലേ? നീണ്ടി പോകരുത്. എന്റെ ആ പുതിയ ആയുധം റെഡിയാണോ?
ബോസേ, ഇന്നലെ എന്റെ പുതിയ ഇൻവെൻഷൻ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാ ഇന്ന് ഞാൻ നിങ്ങളെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. ചപ്പു ഇപ്പൊ മാറിക്കഴിഞ്ഞു ഒക്ടോപ്പോ. ഇനി എല്ലാവരെയും ഞാൻ വകവരുത്തും. ബോസേ, ഈ ആർട്ടിഫിഷ്യൽ ആംസ് ഉണ്ടല്ലോ വളരെ സ്ട്രോങ് ആണ്. പക്ഷേ ഇതിന് ഒരേ ഒരു മൈനസ് പോയിന്റ് മാത്രമേ ഉള്ളൂ. എന്താണ് കുറവ് പറയാ? ഒരുപക്ഷെ ഇതിന്റെ മുകളിൽ ലേസർ സിസ്റ്റം അടിക്കുകയാണെങ്കിൽ ഇത് വളരെ ഡേഞ്ചറസ് ആയി മാറുന്നതാണ് ബോസ്. ആ, നീ പറഞ്ഞ കാര്യം ശരിയാ. പക്ഷെ ആ ലേസർ സിസ്റ്റം അത് എനിക്ക് എവിടെ നിന്ന് കിട്ടും? ഞാനൊരു കാര്യം അറിഞ്ഞു. അതായത് നാളെ രാവിലെ ഈ ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയ പവർഫുൾ ലേസർ സിസ്റ്റം സൺ സിറ്റിയിലേക്ക് വരാൻ പോകുന്നത് കേട്ടു. സൺ സിറ്റിയോ? കാലക്കി. അല്ലെങ്കിൽ തന്നെ ഞാൻ അങ്ങോട്ട് പോകാൻ ഇരിക്കുകയായിരുന്നു. ആ ചട്പട്ടിന് എനിക്കൊന്ന് വക വരുത്തണമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം അവനായിരുന്നു എന്നെ അറസ്റ്റ് ചെയ്തത്. അത് കാരണമാണ് ഞാൻ ഇത്രയും മാസങ്ങൾ ജയിലിനകത്തായി പോയത്. നാളെ ഞാൻ സൺ സിറ്റിയിലേക്ക് ചെന്ന് ആ ലേസർ സിസ്റ്റം അടിച്ചു മാറ്റും. ആ ചട്പട്ടിനോട് പ്രതികാരവും ചെയ്യും. ചപ്പു ഇതാ മാറിക്കഴിഞ്ഞു ഒക്ടോപ്പോ. ഇനി ഞാൻ എല്ലാവരെയും വകവരുത്തും. മേയർ അങ്കിൾ, ആ ഹെലികോപ്റ്ററിൽ അങ്ങനെ എന്ത് സാധനം ഇങ്ങോട്ട് വരുന്നേ? അതിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി നിങ്ങൾ എന്നെ വിളിച്ചത് എന്തിനാ? കിക്കോ, അതിനകത്ത് വളരെ ഡേഞ്ചറസ് ആയ ലേസർ സിസ്റ്റം വരുന്നുണ്ട്. ആ ലേസർ സിസ്റ്റം എന്തിനു വേണമെങ്കിലും കട്ട് ചെയ്യും. അത്രയ്ക്കും പവർഫുൾ ആണ്. ആരും അതിനെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകരുതല്ലോ. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചത്. നീ ഇത് സേഫ് ആയിട്ട് നമ്മുടെ ലാബിൽ കൊണ്ടുപോയി എത്തിക്കണം. എന്റെ ദൈവമേ, എല്ലാം കട്ട് ചെയ്യുന്ന ഒരു ലേസർ സിസ്റ്റമോ? ശരിക്കും എനിക്കിപ്പോ ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എന്തെങ്കിലും കഴിച്ചോട്ടെ? പ്ലാസ്റ്റിക് ബാൻ ചെയ്തേ പറ്റൂ. അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. സാറിപ്പ പറഞ്ഞു വരുന്നത് ഈ ലേസർ ഗൺ യൂസ് ചെയ്ത് നമ്മുടെ സൺ സിറ്റിയുടെ ഡിഫൻസ് ലൈൻ അത് വളരെ സ്ട്രോങ് ആയി മാറും. തീർച്ചയായിട്ടും സ്ട്രോങ് ആയി മാറും. പക്ഷെ അത് സൺ സിറ്റിയുടെ ഡിഫൻസ് ലൈൻ അല്ല, എന്റെ കൈകളായിരിക്കും സ്ട്രോങ് ആവുന്നത്. ഹലോ മിസ്റ്റർ, ആ ഗണ്ണടിച്ചു മാറ്റി നിങ്ങൾ വളരെ വലിയ തെറ്റാ ചെയ്യുന്നേ. പ്ലീസ് അത് തിരിച്ചു കൊടുത്ത് റോങ്ങിനെ റൈറ്റ് ആക്കി മാറ്റൂ. കൊച്ചു ചക്ക, പട്ടാപകലിൽ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നത് മോഷണമല്ല, പകൽ കൊള്ള എന്നാണ് പറയുന്നത്. നിങ്ങൾക്കാർക്കെങ്കിലും ധൈര്യമുണ്ടെങ്കിൽ എന്നെ തടഞ്ഞു നിൽക്ക് നോക്കട്ടെ. നീ എന്നും ഈ ജന്മത്തിൽ നന്നാവില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു കുറ്റവാളിയെ 2 പ്രാവശ്യം അറസ്റ്റ് ചെയ്യുന്നവനാണ് ഈ ഡിറ്റക്റ്റീവ് ജഡ്പേർട്ട്. ഹേയ്, ഹാൻഡ്സ് അപ്പ്. അത് കൊള്ളാലോ. ദേ, ഞാൻ ഹാൻഡ്സ് അപ്പ് ചെയ്ത് കഴിഞ്ഞു. അത്ര പെട്ടെന്നൊന്നും ഞാൻ നിന്നെ കൊല്ലില്ല ചട്പട്ട്. ആദ്യം എനിക്ക് നിന്നെ ഒന്ന് കളിപ്പിക്കണം. നിന്നെ ടോർച്ചർ ചെയ്യും, എന്നിട്ട് ഞാൻ നിന്റെ കഥ അവസാനിപ്പിക്കും. ചപ്പു, ദയവേത് നീ ചട്പട്ട് അങ്കിളിനെ വിട്ടേക്ക്. മര്യാദയ്ക്ക് നിയമത്തിന്റെ മുന്നിൽ സറണ്ടർ ആയേക്ക്. എന്നെ ഇനി ആർക്കും ടച്ച് ചെയ്യാൻ പോലും പറ്റില്ല. ഞാൻ നിയമത്തിന്റെ മുന്നിൽ സറണ്ടർ ആവണമെന്നോ? എനിക്കറിയാമായിരുന്നു കിക്കോ, നീ ഇതിന് നടുവിൽ വന്ന് പ്രശ്നമുണ്ടാക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി ചില മുന്നേർപ്പാടുകളൊക്കെ ചെയ്തിട്ടാ വന്നിരിക്കുന്നത്. ചപ്പു മാറിക്കഴിഞ്ഞു ഒക്ടോപ്പോ. ഇപ്പൊ ഞാൻ എല്ലാവരെയും വകവരുത്തു.
അയ്യോ, എന്റെ മുണ്ട് അഴിഞ്ഞു പോകുമെന്നാ തോന്നുന്നത്. വെള്ളത്തിനടിയിലും സാഹസം ചെയ്യും ടോണി ബോസ്. വെള്ളത്തിനടിയിൽ ഒരു ബോട്ട് പോലെ പോകുന്നത് കണ്ടോ? ഈ ടോണിയോട് കയറി കളിച്ചാലുണ്ടല്ലോ. പടപട പപ്പടം. ഞാനിപ്പോ സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റുന്നാ തോന്നുന്നേ. വേഗം, അതിവേഗം R7 ന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, വെള്ളത്തിന്റെ ഈ ഒഴുക്കിൽ നിന്ന് നമ്മുടെ കൂട്ടുകാരെ എത്രയും പെട്ടെന്ന് രക്ഷിച്ചേ പറ്റൂ. ഫോർമുല നമ്പർ 285 അപ്ലൈ ചെയ്യേ. ഓക്കെ കീക്കോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 285. സൂപ്പർ സ്പീഡോ, ഇപ്പൊ എത്രയും പെട്ടെന്ന് ഈ ബിൽഡിംഗിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള വഴി കണ്ടുപിടിക്കേ. എല്ലാ ഡോർസും ക്ലോസ്ഡ് ആണല്ലോ. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 45. ഓക്കെ കിക്കോ. ദാ പോകുന്നു ചപ്പു. വേഗം അവനെ ഫോളോ ചെയ്യ് ബഡി. ഓക്കെ കിക്കോ. അവൻ എന്റെ പുറകെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരു പ്രശ്നവുമില്ല. അവന്റെ കഥ അവസാനിപ്പിക്കാനുള്ള എല്ലാ അടവുകളും എന്റെ കയ്യിലുണ്ട്. ചപ്പു മാറിക്കഴിഞ്ഞു ഒക്ടോപ്പോ. ഇനി ഞാൻ എല്ലാവരെയും വകവരുത്തും. കീക്കോ, നീ പറഞ്ഞ ചപ്പുവിന് നേർക്ക് മിസൈൽ ഫയർ ചെയ്യട്ടെ. വേണ്ട സൂപ്പർ സ്പീഡോ, ചട്പട്ട് അങ്കിൾ ഇപ്പൊ അവന്റെ കസ്റ്റഡിയിലാ ഉള്ളത്. ഫോർമുല നമ്പർ 181 ഇപ്പൊ യൂസ് ചെയ്യേ. സൂപ്പർ ഐഡിയ കീക്കോ. അപ്ലൈയിങ് ഫോർമുല 181. നമ്മുടെ ഫോർമുല വർക്കൗട്ട് ആക്കിക്കോ. ചപ്പു നമ്മുടെ കൺട്രോളിലാണ്. ഞാനിപ്പോ നിന്റെ കൺട്രോളിലാണെന്നല്ലേ വിചാരിക്കുന്നത്. ഇനി നിന്നെ ഞാൻ കളിപ്പിക്കാൻ പോകുന്നേ ഉള്ളടാ. നോക്കിക്കോ. ചപ്പു മാറിക്കഴിഞ്ഞു ഒക്ടോപ്പോ. എല്ലാവരും ഞാൻ വകവരുത്തും. എന്തെങ്കിലും ഐഡിയ ചെയ്യൂ കീക്കോ. ബിൽഡിംഗിൽ ചെന്ന് ഇടിച്ചത് കൊണ്ട് എന്റെ സിസ്റ്റം ഡാമേജ് ആയി പോയി. ഇത്ര ഫാസ്റ്റ് ആയിട്ട് അവൻ നമ്മളെ കറക്കുന്നത് കാരണം എനിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നുന്നു. ഒരു കാര്യം ചെയ്യ്, ആ കേബിൾ കട്ട് ചെയ്തേക്ക്. ഓക്കെ കീക്കോ, ഇപ്പൊ തന്നെ ഞാൻ ആ കേബിൾ കട്ട് ചെയ്തേക്കാം. കീക്കോ, എന്നെ ഒന്ന് റിപ്പയർ ചെയ്യാൻ കുറച്ച് സമയമെടുക്കുമെന്നാണ് തോന്നുന്നത്. സൂപ്പർ സ്പീഡോ, ചട്പട്ട് അങ്കിളുടെ ജീവൻ അപകടത്തിലാണ്. ഞാൻ ചപ്പുവിന്റെ പുറകെ ഓടാൻ പോവാ. നീ എത്രയും പെട്ടെന്ന് റിപ്പയർ ചെയ്തിട്ട് R7 ട്രേസ് ചെയ്തിട്ട് എന്റെ പുറകെ വാ. നൈസ് ഐഡിയ. പക്ഷെ നീ വളരെ സൂക്ഷിക്കണം പടി. ഇത്രയും പെട്ടെന്ന് ചപ്പു എങ്ങോട്ടാ പോയത്? കണ്ണെത്തും ദൂരത്ത് റെയിൽവേ യാർഡ് മാത്രമാണല്ലോ കാണുന്നേ. ചപ്പു എവിടെ പോയാ പതുങ്ങിയിരിക്കുന്നേ? അകത്ത് പോയി നോക്കാം.
ചപ്പു സൂപ്പർ സ്പീഡോയെ ചെയ്തത് 2 വാക്കിൽ പറയണമെങ്കിൽ ബാഡ്ലി ഡാമേജ്. സാധാരണ ബാഡ്ലി അല്ല, ഭയങ്കര ബാഡ്ലി. ഞാൻ എന്തെങ്കിലും കഴിച്ചോട്ടെ? ഡോണ്ട് വറി, ഒരു പ്രാവശ്യം ഞാൻ എന്നെ റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ചപ്പുവിനടുത്ത് പന്താടിക്കളയും ഞാൻ, അടിച്ചവന്റെ അടപ്പ് തെറിപ്പിക്കും ഞാൻ. എനിക്കിപ്പോ പേടി തോന്നുന്നു. ചട്പട്ട് സാറ് എന്തെങ്കിലുമൊക്കെ ചുരുക്കത്തിൽ പറഞ്ഞ് ചപ്പു അത് വേറെ രീതിയിൽ മനസ്സിലാക്കി എടുത്താലോ? അയ്യോ, എങ്കിൽ പിന്നെ അത് വളരെ സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലമായി മാറുമല്ലോ. മേയർ സാറെ, നിങ്ങൾ എന്ത് പറയുന്നു? ഇതിൽ പറയാൻ എന്തിരിക്കുന്നു? ഇന്ന് മാത്രം ട്യൂസ്ഡേ അല്ലെങ്കിൽ ഞാൻ ആ ചപ്പുവിനെ എടുത്തിട്ട് പപ്പു ആക്കിയേനെ. ട്യൂസ്ഡേ എന്താ പ്രോബ്ലം സാറേ? ട്യൂസ്ഡേ പിന്നെ ഞാൻ ആരെയും തല്ലാറില്ലല്ലോ. ഒരു പ്രാവശ്യം ഞാൻ ഇതുപോലെ ഒരു കിഡ്നാപ്പറിനെ എടുത്തിട്ടങ്ങ് പെരുമാറിയില്ലേ, ഇടിച്ച് ചമ്മന്തിയാക്കി. ഇപ്പോഴും അവൻ എന്നെ പേടിച്ച് ഡൈപ്പർ അണിഞ്ഞുകൊണ്ടാണ് ഓടി നടക്കുന്നത്. ഓ മേയറെ, കാര്യമായിട്ടാണ് പറയുന്നത്? അല്ലാതെ പിന്നെ ഞാനിപ്പോ പറഞ്ഞത് കള്ളമാണെങ്കിൽ എന്റെ തലയിൽ തക്കാളി വന്ന് വീഴട്ടെ. എന്ന് വെച്ചാ ഇത്ര നേരം നിങ്ങൾ പറഞ്ഞതൊക്കെ പച്ചക്കള്ളം അല്ലേ? ശരി, സൂപ്പർ സ്പീഡ് ശരിക്കും റിപ്പയർ ആവുന്നത് വരെ അതുവരെ ഞാൻ ഈ ടൊമാറ്റോ കഴിച്ചോളാം. ഈ ലേസർ സിസ്റ്റം എന്റെ മേലിൽ കൊണ്ടതും എന്റെ ശക്തി ഒരുപാട് അങ്ങ് കൂടിപ്പോകും. ചപ്പു മാറിക്കഴിഞ്ഞു ഒക്ടോപ്പു, ഞാൻ എല്ലാവരെയും അങ്ങ് വക വരുത്തും. എന്നെ ഇങ്ങനെ കെട്ടിയിട്ട് കൊണ്ട് നീ വിചാരിച്ചെന്ന് സഹായിച്ചെന്ന് കരുതണ്ട, മനസ്സിലായോ? എന്താടാ നീ പറഞ്ഞത്? ഇടിവെട്ട് പോലുള്ള ഇടി കൊള്ളാൻ നീ തയ്യാറായിട്ട് ഇരുന്നോളാനാ പറഞ്ഞത്. ബോസ്, ഇവനെന്താ ഈ പിച്ചുമ്പയും പറയുന്നേ? ഇവൻ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. എനിക്ക് തോന്നുന്നത് അവൻ നമ്മളെ കുറിച്ച് എന്തോ തെറ്റായിട്ടാ പറയുന്നതെന്നാ. അവൻ അങ്ങനെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷേ അല്പസമയത്തിനുള്ളിൽ ഞാൻ അവന്റെ കഥ മുഴുവനായും അവസാനിപ്പിച്ചിരിക്കും. ഒരുപാട് കാലത്തെ പകയാണ്, ആ കണക്ക് ഞാൻ ഇന്ന് തീർക്കും. ഇതാ പിടിച്ചോ ബോസ്, ഞാൻ 4 ലേസർ സിസ്റ്റമും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബോസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ചപ്പു മാറിക്കഴിഞ്ഞു ഒക്ടോപ്പു, ഞാൻ എല്ലാവരെയും ഇന്ന് വക വരുത്തും. ഈ ലേസർ ലൈറ്റ് ശരിക്കും അപകടം പിടിച്ച കാര്യമാണല്ലോ. ഇനിയിപ്പോ പെൻഡിലും പോലെ ആടിക്കൊണ്ടിരിക്കുന്ന സാധനം ഞാൻ ടാർഗറ്റ് ചെയ്യാൻ പോവാ, നോക്കട്ടെ. നീ എന്നെ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിട്ട് കാര്യമൊന്നുമില്ല. എന്റെ ഉന്നം പിഴച്ചു പോകുന്നല്ലോ. പോരാത്തതിന് ഇവൻ വെറുതെ പിച്ചും പേയും പറഞ്ഞോണ്ടിരിക്കുക. എനിക്കിപ്പോ തലവേദനയാ തോന്നുന്നത്. ജട്ട്പാട്ട്, നിന്റെ ഗെയിം ഇന്നത്തോടെ ക്ലോസ്. ഓ കിക്കോ, നീയും ഇവിടെ എത്തിയല്ലേ? നിനക്ക് ജീവനോടെ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒളിച്ചുകളി മതിയാക്ക്. മര്യാദയ്ക്ക് ആ ചട്ട്പട്ടിനെ എനിക്ക് വിട്ടു തന്നിട്ട് ഓടിപ്പോയിക്കോ. എടാ ചപ്പു, കീക്കോ ഇവിടെ ഉള്ളത് വരെ ഈ സൺ സിറ്റിയിലെ ആരെയും നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഓർമ്മയിരിക്കട്ടെ. ചപ്പു മാറിക്കഴിഞ്ഞു ഒക്ടോപ്പു, ഞാൻ എല്ലാവരെയും വക വരുത്തും. ഈ പച്ചപ്പുവിന്റെ അടുത്ത അറ്റാക്ക് നോക്കിക്കോ. ലേസർ പവർ വെച്ച് ഞാൻ എല്ലാം തകർത്തെറിയും. ചപ്പു മാറിക്കഴിഞ്ഞു ഒക്ടോപ്പു, ഞാൻ എല്ലാവരെയും വക വരുത്തും. ഇനി നിങ്ങൾ രണ്ടുപേരും എങ്ങോട്ടാ ഓടി രക്ഷപ്പെടാൻ പോകുന്നത്? എന്റെ ലേസർ ഗണ്ണിന്റെ എഫക്ട് കണ്ട ഭൂം ഭൂം, നിങ്ങളുടെ കാര്യം ധൂം ധൂം. സൂപ്പർ സ്പീഡോ ഇവിടെയുള്ളപ്പോൾ കീക്കോയ്ക്കൊന്നും സംഭവിക്കില്ല.
സൂപ്പർ സ്പീഡോ, നിന്റെ റബ്ബർ കോട്ടിംഗ് മെൽറ്റ് ആവുകയാണ്. ഒരേ സമയത്ത് 2-3 ലേസർ ബോംബ് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതിനു മുമ്പ് എനിക്ക് നിന്നെ ഇവിടുന്ന് ആദ്യം രക്ഷിക്കണം. കൊള്ളാം, ഇത് നല്ല കളി. ഒരു കാര്യം സമ്മതിച്ചിരിക്കുന്നു സൂപ്പർ സ്പീഡോ, നീയും ഇങ്ങോട്ട് വന്നത് നന്നായി. നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഇവിടെ വെച്ച് തീർക്കും. എന്നിട്ട് ഞാൻ വളരെ ഫ്രീ ആയിട്ട് സൺ സിറ്റി എനിക്ക് സ്വന്തമാക്കി മാറ്റും. ചപ്പു മാറിക്കഴിഞ്ഞു ഒക്ടോപ്പു, ഞാൻ എല്ലാവരെയും വക വരുത്തും. സൂപ്പർ സ്പീഡോ, നീ എത്രയും പെട്ടെന്ന് ഓടിക്കോ. എന്നെ രക്ഷിക്കണം എന്ന് വിചാരിച്ച് നീ കുടുങ്ങി പോവരുത്. ഇല്ല കീക്കോ, നീ ഇല്ലാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമേ ഇല്ല. കീക്കോയും സൂപ്പർ സ്പീഡോയും ഇവിടെ ഉള്ളപ്പോ സൺ സിറ്റിയെ ആർക്കും കയ്യിലെടുക്കാൻ കഴിയില്ല. ചപ്പു, ഞാൻ നിനക്ക് അവസാനമായിട്ട് ഒരു ചാൻസ് തരുകയാണ്. സറണ്ടർ ആയേക്ക്, അല്ലെങ്കിൽ കീക്കോ, നീ എനിക്ക് ചാൻസ് തരികയാണോ? ഞാനിപ്പോ നിന്നെ അടിച്ചു തെറിപ്പിക്കാൻ പോകുകയാ. ഇന്ന പിടിച്ചോ എന്റെ ഒരു അറ്റാക്ക്. കീക്കോ, ചപ്പുവിന്റെ കയ്യിൽ ഫിക്സ് ആയിരിക്കുന്ന ലേസർ സിസ്റ്റം വളരെ പവർഫുൾ ആണ്. ഒരൊറ്റ ഷോട്ടിൽ എന്തുമാത്രം ഡാമേജ് ആണ് ചെയ്തിരിക്കുന്നത് കണ്ടോ? സൂപ്പർ സ്പീഡോ, എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഇവന്റെ കഥ അവസാനിപ്പിക്കാൻ ഫോർമുല നമ്പർ 555 ആക്ടിവേറ്റ് ചെയ്യേ. ഓൾ റൈറ്റ് കീക്കോ, ഇനിഷ്യേറ്റിംഗ് ഫോർമുല 555. എന്നെ നീ കെട്ടിയിട്ട് കഴിഞ്ഞു. പക്ഷെ എന്റെ അറ്റാക്കിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് നോക്കട്ടെ. എന്റെ സൂപ്പർ കിക്ക് യൂസ് ചെയ്യേണ്ട സമയമായി കഴിഞ്ഞു. എന്റെ ലേസർ സിസ്റ്റം. നീ ഇങ്ങനെ ഓടിക്കളിച്ചത് മതിയടാ. ഇനി നിനക്ക് ജയിലിലേക്ക് കയറാനുള്ള സമയമായി. എന്താ പറഞ്ഞത്? ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം യു ആർ അണ്ടർ അറസ്റ്റ്. ബോസ്, പാറയിൽ കൊട്ടി ഇടിച്ച് ഇവന്റെ തല രണ്ടായിട്ട് പിളർന്നേക്കാം. നീ പറഞ്ഞത് ശരിയാ. ഇപ്പൊ നോക്കിക്കോ, കൈറ്റ്മാന്റെ കാറ്റാടി എല്ലാത്തിനെയും തലകീഴായി മാറ്റി മറിക്കും. മിസ്റ്റർ പ്രസിഡന്റ്, ഇതൊന്ന് നോക്കൂ. എനിക്ക് കൈറ്റ് എന്ന് വെച്ചാൽ വളരെ ഇഷ്ടമാണ്. ഇലക്ഷനിൽ ഞാൻ ജയിച്ചതിന് ശേഷം ഞാൻ ഈ സൺ സിറ്റിയിലെ ജനങ്ങളെ കാണാൻ തീർച്ചയായിട്ടും തിരിച്ചു വരും. ഐ എം ഷുവർ കൈറ്റിൽ എഴുതിയിരിക്കുന്ന മെസ്സേജ് കണ്ടിട്ട് ജോയ് സിറ്റിയുടെ പ്രസിഡന്റ് വളരെ സന്തോഷിച്ചു കാണും. തീർച്ചയായിട്ടും, കാരണം പ്രസിഡന്റ് ഉണ്ടല്ലോ. അദ്ദേഹത്തെ കുറിച്ച് 2 വാക്കിൽ പറയണമെങ്കിൽ കൈറ്റ് ലവ്. കാറ്റാടി പറത്തി പറത്തി എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു. ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ? സാറേ, നിങ്ങളുടെ പട്ടം എവിടെയാണ്? ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ.
ഈ ഒരു കാര്യം ഓർക്കണം ജൂനിയർ. ശരിക്കുള്ള ഡിറ്റക്റ്റീവ് ആരാണെന്ന് വെച്ചാൽ കൈറ്റ് പറത്തിയാലും മാർക്കുന്നത് കാണാൻ പറ്റരുത്. കാലക്കി സാറേ, എന്തൊരു പഞ്ചാ സാർ ഇപ്പൊ പറഞ്ഞത്. ഞാൻ എന്റെ നോട്ട് പാഡിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം സാർ. ഇതെന്താ? ഈ കൈറ്റ് മാത്രം കാറ്റ് വീശുന്നതിനെതിരായിട്ടാണല്ലോ പറക്കുന്നേ. എന്റെ കൈറ്റ് മമ്മി. അയ്യോ, എന്റെ കൈറ്റ് അങ്ങ് പോയല്ലോ. ഇപ്പൊ നോക്കിക്കോ. ബർത്ത്ഡേക്ക് നമ്മൾ ടോഫി കൊടുത്തു കഴിഞ്ഞു. ടോണി ബോസിന്റെ പാന്റ് ടറന്നങ്ങ് കേറിപ്പോയി. ഈ ടോണിയോട് കയറി കളിച്ചാലുണ്ടല്ലോ. അല്ല, ആ വലിയ കൈറ്റ് എങ്ങോട്ടാ പോയത്? R7 ബ്ലിങ്ക് ആവുന്നുണ്ടല്ലോ. എന്ന് വെച്ചാൽ എവിടെയോ അപകടമുണ്ടെന്നർത്ഥം. ആ കൈറ്റ് മാൻ പ്രസിഡന്റിനെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോവുകയാണ്. എന്റെ ദൈവമേ, കീക്കോ, ആ പ്ലെയിൻ സൺസെറ്റിയുടെ മുകളിൽ വന്ന് വീഴുമെന്ന് തോന്നുന്നത് ആലോചിക്കുമ്പോ നിന്റെ തല കറങ്ങുന്നു. ഇപ്പൊ ഞാൻ സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റൂ. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. ഞാൻ കീക്കോ, എന്റെ ബെല്ലമെന്ന സൂപ്പർ സ്പീഡോ. വിളിച്ചാലുടെ നടി വന്നെത്തുന്ന ഹീറോ. ഉലങ്ങായി നിൽക്കുന്ന ഒരു സീറോ. എന്റെ മുന്നിൽ അതിരുള്ള വഴി നിന്നെ കൂട്ടിപ്പോ. റൈറ്റ് ആയാലും ശരി, റോങ് ആയാലും ശരി, തെറ്റിക്കണ്ടാൽ ഒരിക്കലും ഞാൻ പൊറുക്കില്ല. സൂപ്പർ സ്പീഡോ, ശ്രദ്ധിക്കേ. ആ കൈറ്റ് മാൻ ജോയ് സിറ്റിയുടെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടു പോയിരിക്കുക. ഫോർമുല നമ്പർ 187 അപ്ലൈ ചെയ്യേ. ഇപ്പൊ തന്നെ ഫോർമുല നമ്പർ 197 ആക്ടിവേറ്റ് ചെയ്യാം. ട്രാക്കിംഗ് ഡിവൈസ് യൂസ് ചെയ്ത് നമുക്ക് പ്രസിഡന്റിനെ പിന്നെ കണ്ടെത്താം. വേഗം വാ സൂപ്പർ സ്പീഡോ. ആദ്യം നമുക്ക് പ്ലെയിൻ ക്രാഷ് ആവാതെ സൂക്ഷിക്കാം. സൂപ്പർ സ്പീഡോ, നിനക്ക് ആ എയർക്രാഫ്റ്റിനെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും, പക്ഷേ കുറച്ച് സമയം വേണം. ഇല്ല, നമുക്കിപ്പൊ തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ ആ പ്ലെയിൻ സൺസെറ്റിൽ വീണ് ക്രാഷ് ആവും. നീ ഒരു കാര്യം ചെയ്യേ, ഫോർമുല നമ്പർ 256 അപ്ലൈ ചെയ്യേ. ഓക്കെ ബ്രോ, അപ്ലൈയിങ് ഫോർമുല 256. ഭാഗ്യം, നമ്മുടെ ആ ഫോർമുല വർക്ക്ഔട്ട് ആയി. ശരി, ഇപ്പൊ പതുക്കെ ആ പ്ലെയിനെ ഗ്രൗണ്ടിൽ ലാൻഡ് ചെയ്യിപ്പിക്കേ. കീക്കോ, ഫ്ലൈറ്റിന്റെ വെയിറ്റ് വളരെ ഹെവിയാണ്. കയർ അറ്റു പോകുമെന്നാണ് തോന്നുന്നത്. ആ പ്ലെയിൻ താഴെ വീഴുമെന്നാ തോന്നുന്നേ. ഇനിയിപ്പോ ഒറ്റ വഴിയേ ഉള്ളൂ. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 372. ഫാന്റാസ്റ്റിക് ഐഡിയ കീക്കോ. ഇനിഷ്യേറ്റിംഗ് ഫോർമുല 372. ടവറിൽ വീണ് ക്രാഷ് ചെയ്യാതെ നോക്കണം.
കീക്കോ, ഞാൻ പ്ലെയിനിന്റെ മേളിൽ മാഗ്നറ്റിക് ഫീൽഡ് കവർ ചെയ്ത് അതിനെ പിടിച്ചു. ഇനി എന്താണ് ചെയ്യേണ്ടത്? പ്ലെയിനിനെ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യിപ്പിക്കേ. സൂപ്പർ സ്പീഡോ, നീ ആ ട്രാക്കിംഗ് ഡിവൈസ് ആ വലിയ കയറ്റിൽ ഫിക്സ് ചെയ്തതല്ലേ? ഇപ്പൊ അത് ട്രാക്ക് ചെയ്ത് പ്രസിഡന്റ് എവിടെയാണെന്ന് കണ്ടെത്ത്. ഓക്കേ കിക്കോ. ബോസ്, ഇതായിരിക്കുന്നു പ്രസിഡന്റ്. പറഞ്ഞതുപോലെ തരിച്ചു ചെന്ന് കടത്തിക്കൊണ്ട് പോന്നു. വെൽക്കം പ്രസിഡന്റ്, വെൽക്കം. കൈറ്റ് മാന്റെ ഈ കാത്താടി എല്ലാറ്റിനെയും തലകിഴയായി മാറ്റിമറിക്കും. നിങ്ങൾ എല്ലാരും ആരാണ്? എന്തിനാ എന്നെ ഇങ്ങനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത്? ഞങ്ങളാണ് കൈറ്റ് മാൻ. നിങ്ങളുടെ ജോയിന്റ് സിറ്റിയിൽ എത്രയും പെട്ടെന്ന് ഒരു ഇലക്ഷൻ വരാൻ പോകുന്നു. അതിലുള്ള ഒരു പാർട്ടി അവർക്കൊരു കാര്യം ഇഷ്ടമല്ല. അതായത് നിങ്ങൾ ഇലക്ഷനിൽ നിൽക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് നിങ്ങളെ കിഡ്നാപ്പ് ചെയ്യാനുള്ള കോൺട്രാക്ട് അവർ എനിക്ക് തന്നു. ഞാനിപ്പോ പറഞ്ഞ ഇലക്ഷൻ കഴിയുന്നത് വരെ നിങ്ങൾ ഞങ്ങളുടെ ഗസ്റ്റ് ആയിരിക്കണം. ഈ സ്ഥലത്ത് വേണം താമസിക്കാൻ. വലിയ തെറ്റാ ചെയ്യുന്നത്. നിങ്ങൾക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. നീ വേണമെങ്കിൽ നോക്കിക്കോ, കീക്കോ നിങ്ങൾ ആരെയും വെറുതെ വിടില്ല. ഞാൻ നിങ്ങളെ വാൺ ചെയ്യുകയാണ്. മിണ്ടുപോകരുത്. താനെന്താണോ പിച്ചുമേയും പറയുന്നേ? ഏത് കിക്കോയുടെ പേരാ പറയുന്നേ? ആ കിക്കോക്കെ ഞങ്ങളുടെ അടുത്ത് പോലും വരാൻ പറ്റില്ല. അല്ലേ ബോസേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എന്റെ കിഡ്നാപ്പിംഗ് ജോലി കഴിഞ്ഞു. ഇപ്പൊ എന്റെ പൈസ എങ്ങ് തന്നേക്ക്. എടാ ബ്രാദാ, എന്ത്? ബോസ് എന്നെ പ്രശംസിക്കുകയാണല്ലോ, പക്ഷെ എന്താന്ന് മനസ്സിലാവുന്നില്ല. അദ്ദേഹം എന്നെ വഴക്ക് പറയാന്നാ തോന്നുന്നേ. എടാ മരം മണ്ട, ഞാൻ നിന്നെ വഴക്ക് തന്നെയാ പറയുന്നത്. കീറ്റോ വളരെ ബ്രില്യന്റ് ആയിട്ട് നിന്റെ ഈ കാറ്റാടിയിൽ ട്രാക്കിംഗ് ഡിവൈസ് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഇരിക്കുന്ന ഈ ലൊക്കേഷൻ അവൻ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കും. ബോസ്, ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? കീക്കോ ഇത് ട്രാക്ക് ചെയ്ത് ഈ ട്രാക്കിംഗ് ഡിവൈസ് ഉള്ള സ്ഥലത്തേക്ക് തീർച്ചയായിട്ടും വരും. പക്ഷെ അവൻ ഇവിടെ വരുമ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടാവില്ല. കൈറ്റ് മാന്റെ കാത്താടി എല്ലാറ്റിനെയും തലകീഴായി മാറ്റി മറിക്കുന്നതാണ്. ആ കൈറ്റ് ഇവിടുന്ന് എത്ര ദൂരെയാണുള്ളത് സൂപ്പർ സ്പീഡോ? ഒരുപാട് ദൂരത്തിലല്ല കീക്കോ, ഇവിടെ അടുത്ത് എവിടെയോ തന്നെയുണ്ട്. പക്ഷേ അടുത്തെങ്ങും കൈറ്റിനെ കാണാനില്ലല്ലോ. ആ, ഒരു പിജിയൻ പറക്കുന്നുണ്ട്. കീക്കോ, എന്റെ സിസ്റ്റം ആ പിജിയനാണ് കാണിക്കുന്നത്. കൈറ്റ് മാന്റെ കാറ്റാടി എല്ലാ വിഷയങ്ങളെയും തലകീഴായി മാറ്റും. അല്ല, ആ ട്രാക്കിംഗ് ഡിവൈസ് ഈ പിജിയന്റെ കഴുത്തിൽ എങ്ങനെയാ വന്നത്? ആ കൈറ്റ് മാൻ ശരിക്കും നമ്മളെ കളിപ്പിച്ചിരിക്കുകയാണ്. എക്സ്ക്യൂസ് മീ മിസ്റ്റർ പ്രാവേ. എന്ന് വെച്ചാൽ പ്രസിഡന്റ് ഞങ്ങളുടെ സംഭവിച്ച കാര്യം അതൊരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ കിഡ്നാപ്പ്. ജോയിന്റ് സിറ്റിയുടെ പ്രസിഡന്റ് നമ്മുടെ സൺ സിറ്റിയിൽ നിന്നും കിഡ്നാപ്പ് ആയിരിക്കുകയാണ്. ഇത് കാരണം നമ്മുടെ സൺ സിറ്റിയുടെ അഭിമാനം നഷ്ടപ്പെടും. മമ്മി, ഡോണ്ട് വറി മേയർ അങ്കിൾ. കീക്കോയും സൂപ്പർ സ്പീഡോയും ഇവിടെ ഉള്ളതുവരെ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. റോങ് ജയിക്കാൻ ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല. കാരണം ഞങ്ങൾ എപ്പോഴും റൈറ്റിന് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്തിരിക്കുന്നത്. പ്രസിഡന്റ് സാറിന്റെ മൊബൈൽ നമ്പർ ഔട്ട് ഓഫ് റേഞ്ച് എന്നാണല്ലോ വരുന്നത്. എന്തെങ്കിലും ചെയ്യൂ കീക്കോ. പ്രസിഡന്റ് സാർ ഇന്ന് ജോയിന്റ് സിറ്റിയിലേക്ക് വന്നേ പറ്റൂ കീക്കോ. കാരണം നാളെ മുതൽ അവിടെ ഇലക്ഷൻ തുടങ്ങാൻ പോവുകയാണ്. അദ്ദേഹം കറക്റ്റ് സമയത്ത് അവിടെ വന്നെത്തിയില്ലെങ്കിൽ അദ്ദേഹം തോറ്റുപോകും.
ഒരു സമയത്ത് ഞാൻ ഇതുപോലെ കയറിൽ വന്ന് കിഡ്നാപ്പ് ചെയ്തവനെ പിടിച്ച് ഇടിച്ച് ചമ്മന്തിയാക്കി അവനെ എടുത്തിട്ട് അങ്ങ് ചവിട്ടി. അതിനുശേഷം അവൻ ഒരിക്കലും കാറ്റാടി പറത്തിയിട്ടേയില്ല. തറയിൽ സൈക്കിൾ ഓടിക്കാൻ പോലും അവന് പേടിയായിരുന്നു, അറിയാമോ? പിന്നല്ലാതെ ഒരുപക്ഷെ ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ എന്റെ തലയിൽ കാറ്റാടിയുടെ നൂൽക്കെട്ട് വന്ന് വീഴട്ടെ. എന്ന് വെച്ചാൽ നിങ്ങൾ ഇത്രയും നേരം പറഞ്ഞതെല്ലാം പച്ചക്കള്ളം അല്ലേ? ഒരു പ്രാവശ്യം പ്രസിഡന്റ് ഉള്ള ലൊക്കേഷൻ മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. എങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരാം. നിങ്ങളുടെ പ്രസിഡന്റ് ഇപ്പോൾ എന്റെ കസ്റ്റഡിയിലാണ്. അദ്ദേഹത്തെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചേക്കാം. പക്ഷെ ഒരു കാര്യം ഓർക്കണം, എനിക്ക് തരാനുള്ള ബാക്കി പണം അത് എന്റെ കയ്യിൽ കിട്ടിയിരിക്കണം. അടിപൊളി മൊബൈലാ എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇന്ന് മുതൽ ഇത് ഞാൻ യൂസ് ചെയ്യും. ബോസ് ഇത് കാണരുത്. അയാള് കണ്ട ഇതും തട്ടിപ്പറിച്ചുകൊണ്ടു. ഒരു പ്രാവശ്യം ഓൺ ചെയ്ത് നോക്കാം. സാറ്റലൈറ്റ് വഴി ഞാൻ ഫുട്ടേജസ് കളക്ട് ചെയ്തിരിക്കുകയാണ്. ഇത് അടുത്ത് എവിടെയോ ഉള്ള ഒരു സ്ഥലമാണ്. ആ സ്ഥലത്താണ് ആ പ്രസിഡന്റിനെ അവർ വെച്ചിരിക്കുന്നത്. അത് വളരെ വലിയ ഏരിയ ആണെന്ന് തോന്നുന്നല്ലോ. ആ സ്ഥലം ശരിക്കും കണ്ടുപിടിക്കാൻ ഒരുപാട് സമയം എടുക്കുന്നു തോന്നുന്നു. വേറെന്തെങ്കിലും ഒരു ഐഡിയ ചെയ്യേ. കുറച്ചു സമയം മുമ്പാണ് പ്രസിഡന്റ് സാറിന് മൊബൈൽ റിംഗ് ആയത്. പക്ഷെ അത് വേറെ ആരോ എടുത്ത് കട്ട് ചെയ്തു. നിങ്ങളൊരു കാര്യം ചെയ്യൂ അങ്കിൾ. നിങ്ങൾ ആ പ്രസിഡന്റിന്റെ നമ്പർ എനിക്ക് തന്നേക്ക്. സൂപ്പർ സ്പീഡോ, നീ ആ മൊബൈൽ ഫോണിന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്യേ. എത്രയും പെട്ടെന്ന് നമുക്ക് അവിടെ പോണം. നിങ്ങൾ പ്രസിഡന്റിന്റെ നമ്പർ ട്രൈ ചെയ്തോണ്ടിരിക്കൂ. ചിലപ്പോ അദ്ദേഹം എടുത്ത് സംസാരിക്കും. ഇതാ പിടിച്ചോ. ഒരു പ്രാവശ്യം നമുക്ക് ബാക്കി കാശും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മള് കഴിക്കാൻ പോകുന്നത് ഫ്രൂട്ട്സ് അല്ല, ഇഷ്ടം പോലെ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാം. കൈറ്റ്മാന്റെ കാറ്റാടി എല്ലാത്തിനെയും തല കീഴായി മാറ്റിമറിക്കും. തീർച്ചയായും ബോസ്, തീർച്ചയായിട്ടും. പണം കിട്ടിയതിന് ശേഷം നിങ്ങൾ എനിക്കൊരു ബൈക്ക് വാങ്ങിച്ചു തരൂ. ആദ്യമൊക്കെ നീ മൊബൈലല്ലേ ചോദിച്ചത്? വേണ്ട, മൊബൈല് പ്രശ്നമില്ല ബോസ്. അത് ഞാൻ ഓൾറെഡി അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ആണോ? എവിടുന്ന്? ആരുടെ മൊബൈൽ റിംഗ് ആവുന്നത്? ആരുടെ അല്ല ബോസ്, ഞാൻ എന്റെ വായി കൊണ്ട് മൊബൈൽ റിംഗ് ചെയ്യുന്നത് പോലെ വോയിസ് കൊടുത്തതാ. ഇത് കണ്ടോ? അതെങ്ങനെ നിന്റെ കയ്യിൽ വന്നത്? പറയടാ, അല്ലെങ്കിൽ നിന്നെ ഞാൻ ഈ മലമുകളിൽ നിന്ന് വലിച്ചെറിയും. സോറി 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 ബോസ്. ഞാൻ പറയാം ബോസ്, ഈ മൊബൈല് പ്രസിഡന്റിന്റെ മൊബൈലാ. മണ്ട, എന്താടാ നീ ചെയ്തത്? ആ മൊബൈൽ ഓഫ് ചെയ്ത് വെക്കണമെന്ന് നിനക്ക് അറിയില്ലേ? അവർ ഈ മൊബൈലിന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് ചേരും. നോക്കിക്കോ. ഓടാ, നിനക്ക് ഡ്രൈ ഫ്രൂട്ട് അല്ല, നിനക്ക് ഒരു ഫ്രൂട്ടും കഴിക്കാനുള്ള യോഗ്യതയില്ല. ഇറങ്ങി പോടാ. എങ്ങനെയാ പെട്ടെന്ന് ഇൻഡിക്കേഷൻ കട്ടായി പോയത്? പക്ഷേ അവർ പ്രസിഡന്റിന്റെ മൊബൈൽ ഓഫ് ചെയ്ത് കഴിഞ്ഞെന്ന് തോന്നുന്നു. മൊബൈലിന്റെ ലാസ്റ്റ് ലൊക്കേഷനിലേക്ക് വേഗം ചെല്ലു സൂപ്പർ സ്പീഡോ. ടർബോ സ്പീഡ് ആക്ടിവേറ്റ് ചെയ്യേ. കൈറ്റ്മാന്റെ കാറ്റാടി എല്ലാത്തിനെയും തലകീഴായി മറിച്ചു കളയും. നോക്കൂ മിസ്റ്റർ കൈറ്റ്മാൻ, പ്രസിഡന്റിനെ കിഡ്നാപ്പ് ചെയ്ത് നിങ്ങൾ വളരെ വലിയ തെറ്റാണ് ചെയ്തത്. അദ്ദേഹത്തെ റിലീസ് ചെയ്ത് തെറ്റ് ശരിയാക്കി മാറ്റൂ. ഓ ആണോ? എന്റെ സ്ഥലത്തേക്ക് വന്ന് നീ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യണോ? ഷേടാ, ഞാൻ വളരെ പേടിച്ചു പോയി. ഇന്നാ പ്രസിഡന്റിനെ നീ തന്നെ പിടിച്ചോണ്ട് പോയിക്കോ. പോയിക്കോ. ബോസിനോടാണോടാ നിന്റെ കളി? ഇപ്പൊ നോക്കിക്കോ, മല മുകളിൽ നിന്ന് തള്ളി വിട്ടാലുണ്ടല്ലോ നിങ്ങൾ രണ്ടുപേരും ചിന്ന ഭിന്നമായി പോകും. കൈറ്റ്മാന്റെ കാറ്റാടി എല്ലാത്തിനെയും തലകീഴായി മാറ്റി മറിച്ചു കളയും. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 138. ഓക്കേ കീക്കോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 138.
കൈറ്റ്മാൻ ദേ പോകുന്നു. സൂപ്പർ സ്പീഡോ വേഗം അവനെ ഫോളോ ചെയ്യേ. കൈറ്റ്മാന്റെ കാറ്റാടി എല്ലാത്തിനെയും തലകീഴായി മാറ്റി മറിക്കുന്നതാണ്. ഇങ്ങനെ പോയാൽ നമുക്ക് പ്രസിഡന്റിനെ രക്ഷിക്കാൻ പറ്റില്ല. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 189. ഓ ആണോ? സൂപ്പർ സ്പീഡോ പ്രസിഡന്റിനെ രക്ഷിക്ക്. ഹലോ മിസ്റ്റർ പ്രസിഡന്റ്, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അല്ല, ഇദ്ദേഹത്തിന് ബോധം നഷ്ടപ്പെട്ടല്ലോ. കീക്കോ, പ്രസിഡന്റിന് ബോധം നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന് പ്രഷറും ലോയാണ്. സൂപ്പർ സ്പീഡോ നീ പ്രസിഡന്റിനെ ഹോസ്പിറ്റലിൽ എത്തിക്കേ. ഇവരെ രണ്ടാളെ ഞാൻ നോക്കിക്കോളാം. ഓൾ റൈറ്റ് ബഡി. ബോസ്, നിങ്ങൾ കിക്കോയെ നോക്കിക്കോ. അതിനുള്ളിൽ ഞാൻ ആ കാറിനെ തകർത്ത് തരിപ്പണമാക്കാം. എന്നെ നിനക്ക് ടച്ച് ചെയ്യാൻ പോലും പറ്റില്ല. സോറി. ബോസേ, സൂപ്പർ സ്പീഡോ പ്രസിഡന്റിനെ കൊണ്ട് എസ്കേപ്പ് ആയി കഴിഞ്ഞു. ഒരു പ്രശ്നവുമില്ല. നമ്മൾ വിചാരിച്ചാൽ പ്രസിഡന്റിനെ വീണ്ടും കിഡ്നാപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനു മുൻപ് ഈ കീക്കോയെ നല്ല ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കണം. ബോസ്, പാറയിൽ കൊട്ടി ഇടിച്ച് ഇവന്റെ തല രണ്ടായിട്ട് പിളർന്നേക്കാം. നീ പറഞ്ഞത് ശരിയാ. ഇപ്പൊ നോക്കിക്കോ, കൈറ്റ്മാന്റെ കാറ്റാടി എല്ലാത്തിനെയും തലകീഴായി മാറ്റി മറിക്കും. ഒരുപക്ഷെ ഞാൻ ചെന്ന പാറയിൽ ഇടിക്കുകയാണെങ്കിൽ എന്റെ തല പീസ് പീസായി പോവും. എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടണം. താങ്ക് യു സൂപ്പർ സ്പീഡോ. പ്രസിഡന്റ് അങ്കിളിന് കുഴപ്പമൊന്നുമില്ലല്ലോ? അതെ, ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ബോധം തെളിഞ്ഞു. അവര് രണ്ടാളും നിന്നെ ഒരുപാട് വിഷമിപ്പിച്ചു അല്ലേ? ഇത് നമ്മുടെ ടൈമാണ്. ഒരു കൈറ്റ്മാന്റെ കഥ തീർന്നു. ഇപ്പൊ ഈ മൊട്ടത്തലേന്റെ കഥ എങ്ങ് തീർത്തേക്കാം. ഇങ്ങോട്ട് നോക്ക്, വീണ്ടും എത്തിക്കഴിഞ്ഞു. കൈറ്റ്മാന്റെ ഫോഴ്സ് വളരെ സ്ട്രോങ് ആണ്. ഒരുപാട് സമയത്തേക്കൊന്നും എനിക്കിത് താങ്ങാൻ പറ്റില്ല. നീ നോക്കിക്കോ, എത്രയും പെട്ടെന്ന് നിന്നെ ഞാൻ ഈ സൂപ്പർ കാറിൽ നിന്നും പാതാളത്തിലേക്ക് അയക്കും. കൈറ്റ്മാന്റെ കാറ്റാടി എല്ലാത്തിനെയും തല കീഴായി മാറ്റി മറിക്കും. എന്റെ പവർഫുൾ കിക്ക് യൂസ് ചെയ്യേണ്ട സമയമായി കഴിഞ്ഞു. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 363. സൂപ്പർ ഐഡിയ കീക്കോ. സ്വീറ്റിൽ വീട് ഈച്ചയെ വലിച്ചെറിയുടെ സമയമായി കഴിഞ്ഞു. എന്താ പറഞ്ഞത്? സാറ് പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാ യു ആർ അണ്ടർ അറസ്റ്റ്. താങ്ക് യു കീക്കോ ആൻഡ് സൂപ്പർ സ്പീഡോ.
ഇന്ന് നിങ്ങൾ കാരണം ഞാൻ വളരെ സേഫ് ആയിട്ടും കറക്റ്റ് സമയത്തും എന്റെ ജോയ് സിറ്റിയിൽ വന്ന് ചേർന്നിരിക്കുകയാണ്. ഇലക്ഷനിലും എനിക്ക് പങ്കെടുക്കാനായി. അതുകൊണ്ട് ഈ ബ്രേവറി ട്രോഫീസിനെ ഞാൻ നിങ്ങൾക്ക് ഗിഫ്റ്റായി നൽകി അപ്രീഷിയേറ്റ് ചെയ്യുന്നു. സൂപ്പർ ഐഡിയ കിക്കോ.